എൻ്റെ മാതാവിൻ്റെ ഓർമ്മകൾ അത് പുനർജനിക്കണമെന്ന് ആഗ്രഹിച്ച് ഈ മരങ്ങൾക്കും വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിൽ ഞാൻ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. എൻ്റെ മാതാവിൻ്റെ നൊമ്പര ഓർമ്മകൾ ഈ വൃക്ഷത്തലപ്പുകളിലൂടെ പുനർജനിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. അമ്മയുടെ ഓർമ്മകൾ നിലനിർത്താൻ മകൻ തീർത്ത സ്മാരകം ഒരു ചെറുവനമാണ്. 3 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ചെറുകാടിന് അമ്മയെ സ്നേഹത്തോടെ വിളിക്കുന്ന തങ്കം ചേർത്ത് തങ്കവനമെന്ന് പേരും നൽകി. ഫൈസലിന്റെ ആഗ്രഹവും കുടുംബത്തിന്റെ പിന്തുണയും ഒന്നിച്ചതോടെ തങ്കവനം യാഥാർത്ഥ്യമാവുകയായിരുന്നു. ഞാൻ കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ സ്വദേശിയാണ്. എൻ്റെ പേര് ഫൈസൽ. ഞാൻ 2.5 ഏക്കറോളം സ്ഥലത്ത് വിവിധങ്ങളായ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചു. വീടിനോട് ചേർന്നൊരുക്കിയ ഒരു ചെറുവനം തഴവ തൊടിയൂരിലാണുള്ളത്. 2 ഏക്കറിൽ തീർത്ത ഈ കൊച്ചുവനം ഫൈസലിന്റെ സ്വർഗമാണ്. നിറയെ മരങ്ങളും ചെടികളും പൂക്കളും കുളവും ഒക്കെയുള്ള തങ്കവനത്തിൽ ഫൈസലിന്റെ അമ്മ ആബിദ തങ്കം നട്ടുപരിപാലിച്ച മരങ്ങളുമുണ്ട്. 3 വർഷം മുൻപ് കോവിഡ് ബാധിച്ചാണ് ആബിദ തങ്കം മരണപ്പെടുന്നത്. അമ്മയുടെ മരണശേഷം മാനസികമായി തളർന്നെങ്കിലും അമ്മയുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ചെടികളും പച്ചപ്പും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മയ്ക്കായി വീട്ടിൽ തന്നെ ഒരു വനമൊരുക്കുന്നത്. ആകെ ചെലവ് 8 ലക്ഷം മാത്രം. ഞാൻ ഈ 2.5 ഏക്കർ സ്ഥലത്ത് വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഈ ചെറു കാനനത്തിന് തങ്കവനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് എന്താണ് ഈ തങ്കവനം ഇടാൻ കാരണം. എൻ്റെ മാതാവിൻ്റെ പേര് ആബിദ തങ്കം എന്നായിരുന്നു. ആബിദ തങ്കം എൻ്റെ മാതാവ് കഴിഞ്ഞ കൊറോണ കാലയളവിൽ മരിച്ചുപോയി. വളരെ വൃക്ഷസ്നേഹിയായിരുന്നു എൻ്റെ മാതാവ്. അപ്പോൾ ആ മാതാവിൻ്റെ ഒരു ഓർമ്മകൾ വരും തലമുറയ്ക്ക് നിലനിർത്താൻ ഏറ്റവും ഉചിതമായ ഒരു മാർഗം എന്ന് ഞാൻ കണ്ടെത്തിയാണ് ഞാൻ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിന് ഞാൻ തങ്കവനം എന്ന പേര് നൽകുകയുണ്ടായി. ഈട്ടി, മരുത്, കടമ്പ്, കാട്ടുഞാവൽ, നീർമാതളം, നെല്ലി, മാവ് തുടങ്ങി 1500-ൽ-അധികം മരങ്ങളുണ്ട്. എണ്ണിയാലും കണ്ടാലും തീരാത്തത്ര അപൂർവ ഇനം സസ്യജാലങ്ങളുടെ കലവറയാണ് ഇവിടം. വ്യത്യസ്ത ഇനം മുളകൾ ഉൾപ്പെടുന്ന മുളങ്കാടും മഴവെള്ള സംഭരണത്തിനായി 15 സെന്റിൽ ഒരുക്കിയ കുളവും തങ്കവനത്തിന്റെ അഴകു കൂട്ടുന്നു. നമ്മുടെ ഈ തങ്കവനത്തിലെ വൃക്ഷങ്ങളെ സംബന്ധിച്ച് പലരും ചോദിക്കുന്നുണ്ട്. 1500ഓളം ഇനങ്ങളിൽ ഉള്ള വൃക്ഷങ്ങൾ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതു തലമുറയ്ക്ക് അപരിചിതമായ വൃക്ഷങ്ങളാണ് ഇതിൽ കൂടുതലുമുള്ളത്. വനമൊരുക്കാൻ ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ആനയെ മയക്കുന്ന എലിഫന്റ് ആപ്പിളും 24 മുഖമുള്ള രുദ്രാക്ഷവും പെർഫ്യൂം ഫ്രൂട്ടും രാത്രിയിൽ കത്തുന്ന പാണ്ഡവ ടോർച്ചും പ്രമേഹത്തെ ചെറുക്കുന്ന ഏകനായകവും സോപ്പുമരവും എല്ലാം ചെറുവനത്തിലെ അത്ഭുത കാഴ്ചകളാണ്. വേനൽക്കാലത്തും മറ്റും ദേശാടന കിളികളടക്കം നിറയെ കിളികൾ കുളിക്കാനും വെള്ളം കുടിക്കാനും ഇവിടെയെത്തും. പഴങ്ങളെല്ലാം ഇവർക്കുള്ളതാണ്. അവരുടെ സന്തോഷം കാണുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമെന്ന് ഫൈസൽ പറയുന്നു. ഇപ്പം തന്നെ ഈ വനത്തിലേക്ക് മരങ്ങളുടെ സംരക്ഷണമൊപ്പം ദേശാടന പക്ഷികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടത്തേക്ക് വരുന്നുണ്ട്. പച്ചപ്പും തണലും ശുദ്ധവായുവും പുള്ളിയിൽ എന്ന വീടിന് തങ്കവനം ധാരാളം നൽകുന്നു. ഒരമ്മയുടെ കരുതലും സ്നേഹവും പോലെ. പൊരിവെയിലും തണുപ്പാണിവിടെ. നഴ്സറികളിൽ നിന്നും വഴിയരികിൽ നിന്നുമെല്ലാമാണ് തൈകൾ ശേഖരിച്ചത്. കേരളത്തിലെ വിവിധങ്ങളായ നഴ്സറികൾ, ഒപ്പം തന്നെ ഒരുപാട് NGOs, പ്രകൃതി സ്നേഹികളായ ഒരുപാട് സഹപ്രവർത്തകർ, എല്ലാവരുടെയും സഹകരണം എനിക്കുണ്ടായിട്ടുണ്ട്. ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഒരുപാട് സഹകരണങ്ങളുണ്ട്. നിസ്സീമമായ സ്നേഹത്തോടെ, നന്ദിയോടെ അവരെയൊക്കെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ തങ്കപ്പച്ചപ്പിൽ നിൽക്കുമ്പോൾ. സംസ്ഥാന വനം വകുപ്പിന്റെ മികച്ച വനവത്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് നൽകി വരുന്ന വനമിത്ര അവാർഡിന് ഈ വർഷം ഫൈസലിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ കൊല്ലം അസിസ്റ്റന്റ് ഡയറക്ടറായി ജോലി ചെയ്യുന്ന ഫൈസൽ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും തങ്കവനത്തെ പൊന്നുപോലെയാണ് നോക്കുന്നത്. സംസ്ഥാന തലത്തിൽ വനമിത്ര അവാർഡും അക്ഷയശ്രീ ഔഷധ വിഭാഗം അവാർഡും ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ കൊല്ലം ജില്ലയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. ജോലി സമയമൊഴിച്ച് എല്ലാ സമയവും വീടിനു ചുറ്റുമുള്ള ഈ ചെറുവനത്തിലാണ്. ഒരു ചെടി പോലും വാടാൻ സമ്മതിക്കില്ല. ഓരോ ചെടിയെയും പ്രത്യേകം പരിഗണിച്ച് പരിപാലിക്കും. വെള്ളമൊഴിച്ചും വളമിട്ടും ഒപ്പം നിൽക്കും. ഭാര്യ ഹസീനയും മക്കളായ മീനയും മാരിയെയും മിന്നയും എല്ലാ പിന്തുണയും നൽകി ഒപ്പമുണ്ട്.